മകളെ, ജെറുസലം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി എത്ര ദാഹത്തോടെയാണ് നമ്മൾ ഒരുമിച്ച് ചേരുന്നത്. പ്രാർത്ഥിച്ച് വചനം കേൾക്കണം. വചനം എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ വചനത്തിലൂടെയാണ് നമ്മുടെ മനസ്സിനും ആത്മാവിനും സന്തോഷമുണ്ടാകുക. ആത്മാവിൻ്റെ ഭക്ഷണമാണ് വചനം. വചനം വായിക്കുക, വചനം പഠിക്കുക, വചനം ജീവിക്കുക, അതൊരു അനുഗ്രഹ ജീവിതമാണ്. കുടുംബം രക്ഷ പ്രാപിക്കണമെങ്കിൽ, നമ്മളുടെ ജീവിതം മനോഹരമായി തീരണമെങ്കിൽ, സൗന്ദര്യമുള്ളതായി തീരണമെങ്കിൽ, രക്ഷാകരമുള്ളതായി തീരണമെങ്കിൽ വചനത്തിൽ നമ്മൾ വളരണം. ഇതാ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ വചനം ശുദ്ധീകരിക്കുന്ന ഒരു വചനമാണ്. നമ്മുടെ ഹൃദയത്തെയും ചിന്തകളെയും ഭാവനകളെയും വികാരങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഒരു ഔഷധവീര്യമുള്ള മരുന്നാണ് വചനം. കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ, തലമുറകളെ നവീകരിക്കാൻ വചനമാണ് നമ്മൾ പഠിക്കേണ്ടത്. ദൈവസ്നേഹം നമ്മോട് സംസാരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. 30, 60, 90 ദിവസം ഓരോ വചനങ്ങൾ വായിക്കാൻ തുടങ്ങിയാൽ ഞാൻ പറയുന്നു, നമ്മുടെ തലവര മാറും. ഫലം തരാത്ത മക്കൾ ഫലം ചൂടും. തിന്മ ചെയ്യുന്നവർ വിട്ടുപേക്ഷിച്ച് നന്മയിലേക്ക് കടന്നു വരും. തെറ്റായ വഴിയിലൂടെ നടക്കുന്നവർ ശരിയായ വഴിയിലേക്ക് വരും. മക്കളെ വളർത്തുമ്പോൾ വചനം കൊടുത്തു വളർത്തണം അമ്മമാരെ. ഭക്ഷണം കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും കളിക്കുമ്പോഴും വചനം ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ? ജീവിതം വിലപ്പെട്ടതായിത്തീരും വചനം ഉരുവിടാൻ തുടങ്ങുമ്പോൾ. മറക്കരുതേ, ഊട്ടാനും ഉടുക്കാനും ഉടുപ്പിക്കാനും നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ 3 മിനിറ്റ് സമയം മക്കളെ പിടിച്ചിരുത്തി ഈ പ്രയർ ലൈനിൽ ഒന്ന് സംബന്ധിപ്പിക്കാൻ എത്ര പേര് ശ്രമിക്കുന്നുണ്ട്? മാതാപിതാക്കളെ, നിങ്ങളുടെ മുമ്പിൽ വരുന്ന വചനത്തെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് പഠിക്കുക, കുറച്ച് പേർക്ക് ഷെയർ ചെയ്യുക. ഇതൊരു ദൈവവേലയാണെന്ന് തിരിച്ചറിയുക. ഇതിലൂടെ ലോകം മുഴുവനും വചനത്തിൻ്റെ വിളഭൂമിയായി മാറട്ടെ എന്ന് നമുക്കൊന്ന് ആഗ്രഹിക്കാം. അതിനുവേണ്ടി പരിശ്രമിക്കാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ യേശു നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നു. ആരെങ്കിലും തുറന്നു തന്നാൽ വചനമാകുന്ന യേശു ഉള്ളിലേക്ക് കടക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.